ഹലോ ഗൈസ്, ആവേശം കൂടുതലായതുകൊണ്ട് എനിക്ക് ചെറിയൊരു പണി കിട്ടി. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കേക്ക് ഡീമോൾഡ് ചെയ്യുന്ന സമയത്ത് ആവേശം കൂടിപ്പോയതുകൊണ്ട് കേക്ക് 2 പീസായാണ് കയ്യിൽ കിട്ടിയത്. ഇതിനെ എങ്ങനെ ശരിയാക്കി എടുക്കാമെന്ന് നമുക്കൊന്ന് കണ്ടാലോ? മുറിഞ്ഞു വന്ന പീസിനെ ആ ഭാഗത്ത് തന്നെ വെച്ചിട്ട് മെല്ലെ കമഴ്ത്തി ഇട്ടിട്ടുണ്ട്. ഇനി 3 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഒരു ഔട്ടർ ലൈൻ കൊടുക്കുകയാണ്. ആ മുറിഞ്ഞു വന്ന പീസ് കൂടെ പതുക്കെയാണ് കട്ട് ചെയ്ത് പോണത്. ഇതിൽ ഞാൻ സ്പീഡാക്കി കൊടുത്തിരിക്കുകയാണ്. പതുക്കെ ഔട്ടർ ലൈൻ കൊടുത്ത ശേഷം കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ കേക്ക് ലെവലാക്കാനായിട്ട് ആ മോൾ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മോൾ ഭാഗം ലെവലായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 3 ലെയറായിട്ട് പതുക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ജാങ്കോ, നീ അറിഞ്ഞാ ഞാൻ പെട്ടു എന്നുള്ള അവസ്ഥയാണ് എൻ്റെ. ഇതിപ്പോൾ പൊട്ടിയ ഭാഗം ഞാൻ പതുക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. എവിടെ പീസെന്ന് മനസ്സിലാവുണ്ടായിരുന്നില്ല. പിന്നെ അത് പൊക്കിയെടുത്തപ്പോൾ അത് പൊട്ടി വന്ന് പറഞ്ഞു അവിടെയാണെന്നുള്ളത്. പിന്നെ ലാസ്റ്റ് പീസും അതുപോലെ കൈയോടെ പൊക്കി സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങുകയാണ്. ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പീസ് എടുത്ത് വെച്ചിട്ട് പൊട്ടിയ പീസിന് അതിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ക്രീം ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആ പൊട്ടിയ പീസ് അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അത് ഇളകി പോരില്ല. ക്രീം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ കേക്ക് നീങ്ങുകയൊന്നുമില്ല. അത് അവിടെ സെറ്റായിട്ട് ഇരുന്നോളും. ഇനി ആസ് യൂഷ്വൽ നമ്മൾ കേക്ക് ചെയ്യുന്ന പോലെ നോർമലായിട്ട് ചെയ്തെടുക്കുക, ഫില്ലിങ് വയ്ക്കുക ഒക്കെയാണ്. സൈഡൊക്കെ ഞാൻ അപ്പം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് ചെറീസാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ലെയർ കൂടെ വെച്ചിട്ടുണ്ട്. ഞാനിതിപ്പോൾ മുകളിലത്തെ ഭാഗമാണ് ഇപ്പോൾ സെക്കൻഡ് ലെയറായിട്ട് വെച്ചിരിക്കുന്നത്. അതും വെറ്റ് ചെയ്തിട്ട് ക്രീം ഇട്ട് കൊടുക്കുകയാണ്. ഫില്ലിങ്സ് ഒക്കെ കൊടുത്ത ശേഷം നമുക്ക് അടുത്ത ലെയർ വെക്കാം. ഇപ്പം നമ്മൾ ഡാമേജ് ആയ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പൊട്ടിയ ഭാഗവും പതുക്കെ അതിൽ സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ലെയറും കൂടെ ക്രീം ഇട്ട് കൊടുക്കുകയാണ്. ഇതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് സെറ്റായി. ഇനി ഡാമേജ് ഒന്നും പുറത്തറിയില്ല. അത് സെറ്റായിട്ട് പൊട്ടിയ ഭാഗം സെറ്റായിട്ട് ഇരുന്നോളും. ഫൈനലി ഒരു സ്ക്രാപ്പർ ഇട്ടിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നോർമൽ കേക്ക് പോലെ തന്നെ ആയിട്ടുണ്ട്. അല്ലാതെ ഡാമേജ് ആയതോ ഒന്നും പുറത്തറിയണില്ല. വിട്ട ഭാഗം പൂരിപ്പിക്കുന്ന പോലെ ക്രീം ആവാത്ത ഭാഗത്തൊക്കെ ക്രീം ഫില്ല് ചെയ്തിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ആരെങ്കിലും അങ്ങനെ കേക്ക് ബ്രോക്കൺ ആയിപ്പോയാൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പൊട്ടിയ ഭാഗത്ത് അത് ചേർത്ത് വെച്ചിട്ട് ഐസിങ് ചെയ്താൽ ഇളകിപ്പോരൊന്നുമില്ല. അത് കറക്റ്റായിട്ട് നിന്നോളും. അപ്പോൾ ഗൈസ്, ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.